ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് പാലും പാലുൽപ്പന്നങ്ങളും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. പാലും പാലുൽപ്പന്നങ്ങളും കുഞ്ഞുങ്ങളിൽ ഭക്ഷണത്തിൽ എങ്ങനെ ആരോഗ്യകരമായി ഉൾപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ പാലിനെ പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ബാക്കി പാലുൽപ്പന്നങ്ങളായ തൈര്, മോര്, നെയ്യ്, വെണ്ണ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ആരോഗ്യകരമായി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തൈര്. നമുക്കറിയാം, പാലിന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും തൈരിനും മോരിനും ഒക്കെ ഉണ്ട്. പാലിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ തുടങ്ങിയ എല്ലാം തൈരിലും അടങ്ങിയിട്ടുണ്ട്. പിന്നെ തൈരിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പാല് ഫെർമെൻറ്റ് ചെയ്ത് ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ വഴിയാണ് തൈര് ആയി മാറുന്നത്. അപ്പോൾ അതിൽ ആ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ പാലിൻ്റെ രുചിയും മണവും ഒക്കെ മാറുന്നതും പാലിൻ്റെ ഘടന മാറുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് തൈര്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി കുഞ്ഞുങ്ങളുടെ ദഹനം ഒന്ന് ക്രമപ്പെടാനും നല്ലൊരു ദഹനശക്തി ഒന്നുകൂടെ മെച്ചപ്പെടാനും ഒക്കെ തൈര് സഹായിക്കും. അതുപോലെ കുഞ്ഞുങ്ങളുടെ അസിഡിറ്റി കുറയ്ക്കാനും കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ശരീര പുഷ്ടി വരാനും ഒക്കെ തൈര് സഹായിക്കും. തൈര് പഞ്ചസാര ചേർത്തൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. തൈര് കൂട്ടി മാത്രം ഭക്ഷണം, ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തൈര് ഉപയോഗിക്കാം. പിന്നെ തൈര് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ പനി, കഫക്കെട്ട് പോലെയുള്ള അവസ്ഥകൾ നിലനിൽക്കുമ്പം നമുക്ക് തൈരിൻ്റെയും പാലിൻ്റെയും ഉപയോഗം കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ പനി കഴിഞ്ഞ ഉടനെ ഒന്നും തൈര് അമിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. അത് കഫക്കെട്ട് വരാനും ചുമ മാറാതെ നിൽക്കാനും ഒക്കെ കാരണമാകും. അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള സീസണിലെല്ലാം കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴെല്ലാം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തൈര്. പിന്നെ ചില സ്കിൻ ഡിസീസ്, മാറാതെ നിൽക്കുന്ന കരപ്പൻ പോലെയുള്ള തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്കിൻ ഡിസീസ് ഉള്ള കുട്ടികൾക്കും തൈര് പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട. വല്ലപ്പോഴും ഒക്കെ തൈര് കൂട്ടിയെന്ന് ഓർത്തിട്ടും പ്രശ്നമില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ടുള്ള ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കണം മോരും തൈരും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് പാല് ഉറയൊഴിച്ച് ഒരു പകുതി, അത് ശരിയായ രീതിയിൽ പുളിക്കാത്ത രീതിയിൽ ഒരവസ്ഥയിൽ ആ ഫെർമെൻറ്റേഷൻ പകുതിയായി നിൽക്കുന്ന ചെറിയ മധുരത്തോടും ചെറിയ പുളിയോടും ഒക്കെ ചേർന്ന അവസ്ഥയിൽ ഒരിക്കലും തൈര് ഉപയോഗിക്കാൻ പാടില്ല. അത് ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പലതരം അസുഖങ്ങൾക്ക് കാരണമാവുകയും നിലനിൽക്കുന്ന അസുഖങ്ങളെ കൂട്ടാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയ തൈര് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അത് വലിയവരാണെങ്കിലും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രിയിലും തൈര് ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും തൈര് ഉപയോഗിക്കുന്നതൊക്കെ ആയുർവേദത്തിൽ വിലക്കിയിട്ടുണ്ട്. കാരണം തൈര് അത്രയും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു സെല്ലുലാർ ഇൻഫ്ലമേഷൻ കൂടുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും കാണുന്നതുകൊണ്ടാണ് ദിവസവും അമിതമായിട്ടുള്ള തൈര് ഉപയോഗം കുറയ്ക്കണമെന്നും തൈരിനെ പറ്റി ഒരു പ്രിക്കോഷൻ എടുക്കണമെന്നും പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറ്. അല്ലാതെ നോർമൽ അളവിൽ നോർമൽ സീസണിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഏജിൽ കുഞ്ഞുങ്ങൾക്ക് തൈര് നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. അതുപോലെ മോരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി നമ്മൾ എടുക്കുന്നതാണ് മോര്. അപ്പോൾ മോരിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയ ശേഷം വെണ്ണ മാറ്റിയതാണ് മോര് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പാട മാത്രം ചേർത്ത് ഉറയൊഴിക്കുകയും ബാക്കി പാല് സെപ്പറേറ്റ് ആയിട്ട് ഉറയൊഴിച്ച് അതിനെ മോര് എന്ന് നമ്മൾ പറയും. പാട മാറ്റിയത് കൊണ്ട് അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് കുറവാണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഏറ്റവും കൃത്യമായ മാർഗം പാടയും പാലും കൂടെ, അതായത് മിൽക്ക് ഫാറ്റും പാലും കൂടെ ഉറയൊഴിച്ച് കൃത്യമായ അളവിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വെണ്ണ മാറ്റുന്നതിന് തന്നെയാണ് നമ്മൾ മോര് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫാറ്റ് കണ്ടന്റ് ഇല്ലാത്തതിനെ തന്നെയാണ് മോര് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോരും തൈരും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മോര് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും അസുഖമുള്ള അവസ്ഥകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മോര്. അപ്പോൾ മോര് കാച്ചിയതൊക്കെ ദിവസവും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇതിനും നേരത്തെ പറഞ്ഞ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡൈജഷൻ വരാനും അസിഡിറ്റി കുറയാനും പാല് കൊണ്ട് കിട്ടാവുന്ന ആ ഒരു കാൽസ്യം പോലെയുള്ള എല്ലാ ന്യൂട്രിയൻസും ശരീരത്തിലേക്ക് ലഭിക്കുവാനും ആ ഒരു വളർച്ചാഘട്ടത്തിൽ മോരിന് ശരിയായ ശോധന ലഭിക്കുവാനും ചെറിയ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന് മലബന്ധമുള്ള കുട്ടികൾക്കൊക്കെ മോര് വളരെ നല്ലതാണ്.
മോരും തൈരുമെല്ലാം സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ, ഹെൽത്തി ഒരു ബാക്ടീരിയ കോളം നിലനിർത്താനും അതുവഴി ഭാവിയിൽ ഉണ്ടാകുന്ന പലതരം അസുഖങ്ങളെ പോലും തടയാനും നമുക്ക് സാധിക്കും എന്നുള്ളത് പലതരം റിസർച്ചുകളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു പ്രോബയോട്ടിക് റിച്ച പാലുകൊണ്ട് നമുക്ക് കിട്ടാത്ത ഗുണമാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡസ്ട്രിയൽ ബാക്ടീരിയയുടെ ഹെൽത്ത് പലതരം അസുഖങ്ങളെ നിയന്ത്രിക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഒരുപാട് മരുന്നുകൾ വഴി, ആൻറ്റിബയോട്ടിക് വഴിയും ഒക്കെ നമ്മൾ ഒരുപാട് മരുന്ന് കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ബാക്ടീരിയയ്ക്ക് സംഭവിക്കുന്ന കേടുപാടുകളെല്ലാം തീർക്കാനും കൃത്യമായൊരു ദഹനശക്തി തിരിച്ചു കൊണ്ടുവരാനും അത്തരം പ്രോബ്ലംസിനൊക്കെ നമുക്ക് മാറ്റാനും കൃത്യമായ ഈ മോരും തൈരും ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള പാലിൻ്റെ വെറൈറ്റികളാണ് നമ്മൾ വെണ്ണയും നെയ്യും അല്ലേ. അപ്പോൾ വെണ്ണ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ വെണ്ണ കൊടുക്കാം എന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒരു 10-15 ദിവസം കഴിയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പല അസുഖമുള്ള അവസ്ഥകളിലും നമ്മൾ വെണ്ണ ഉപയോഗിക്കാറുണ്ട്. അമിതമായുള്ള ഛർദി, അമിതമായുള്ള വയറുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്കും പലതരം ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു വിരലിലെടുത്താൽ കിട്ടാവുന്നത്ര വെണ്ണ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് അതിന് മീതെ പാല് കൊടുക്കാൻ പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഛർദി കുറയാറുണ്ട്, പലതരം ദഹന പ്രശ്നങ്ങൾ മാറി കാണാറുണ്ട്. അപ്പോൾ അത് ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്കല്ലാതെ ഒരു ഏത് പ്രായത്തിലും വെണ്ണ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയൊരു വസ്തു തന്നെയാണ്. വെണ്ണയും നെയ്യും തമ്മിൽ ന്യൂട്രീഷണൽ വാല്യൂസിൽ വലിയൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ വാട്ടർ കണ്ടന്റ് വെണ്ണയിൽ കൂടുതലായിരിക്കും, അതിൻ്റെ ഫോം വേറെ ആയിരിക്കും, ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദോശയിലോ കുറുക്കിലോ ഒക്കെ നമുക്ക് വെണ്ണ ചേർത്ത് കൊടുക്കുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ശീലം തന്നെയാണ്. ഈ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നമ്മളെല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിന് ആക്റ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലമേഷൻ നിൽക്കുമ്പോൾ, പനിക്കുമ്പോൾ, ദഹനശക്തി തീരെ കുറഞ്ഞിരിക്കുമ്പോഴൊക്കെ ഇത്തരം വസ്തുക്കൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. നെയ്യ് നമുക്കറിയാം, ഇന്ന് നമ്മൾ നെയ്യിനെയൊക്കെ വളരെ സംശയത്തോടെ നോക്കി കാണുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആയുർവേദത്തിലെ നെയ്യിനെ പറ്റി ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. നെയ്യിനെ പറ്റി ചരകാചാര്യൻ പറഞ്ഞിരിക്കുന്നതാണ്, സ്മൃതി ബുദ്ധി അഗ്നി ശുക്ല ഓജസ് വിവർധനം. അതായത് സ്മൃതി, ബുദ്ധിയുടെ എല്ലാ മേഖലകളും, അത് ഓർമ്മശക്തിയാണെങ്കിലും കാര്യങ്ങൾ ധരിച്ചു വെക്കാനുള്ള കഴിവാണെങ്കിലും ഓർത്തെടുക്കാനുള്ള കഴിവാണെങ്കിലും എല്ലാം, ബുദ്ധിയുടെ എല്ലാ വകഭേദങ്ങളെയും ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനെ ഒരു ബ്രെയിനിൽ മാറ്റം ഉണ്ടാക്കാനും നെയ്യിൻ്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ സാധിക്കും. ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാതപിത്ത വിഷ ഉന്മാദ ശോഷ അലക്ഷ്മി ജ്വരാപഹം, ജ്വരം ഇത് കുറയ്ക്കുമെന്ന്. അതായത് വിഷം, ഉന്മാദം, അതായത് ബ്രെയിനിൽ വരുന്ന പലതരം നമ്മുടെ എപ്പിലെപ്സി പോലത്തെയുള്ള കണ്ടീഷൻസ്, ശോഷം, അല്ലാതെയുള്ള മെലിച്ചില്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെ മാറ്റാൻ നെയ്യ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നെയ്യിൽ തന്നെ ഒരു ബ്യൂട്ടൈറേറ്റ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് ചേരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ഡൈജസ്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യാൻ നെയ്യുടെ കൃത്യമായ അളവിലുള്ള ഉപയോഗം കൊണ്ട് സാധിക്കും. നെയ്യ് കഴിച്ചാൽ ആയുസ് കൂടും, ആയുഷ്യമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം, ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിലെ ഒരു ഏജിങ് പ്രോസസ്സിനെ, ഒരു സെല്ലുലാർ ഏജിങ്ങിനെയൊക്കെ തടയാൻ നെയ്ക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ മേദ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ബുദ്ധി, ഓർമ്മ, ഏകാഗ്രത, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഒക്കെ ബുദ്ധിക്ക് പലതരം വേർഷൻസ് ഉണ്ട്. ഓർത്തിരിക്കുന്നത് മാത്രമല്ല ഒരിക്കലും ബുദ്ധി. അപ്പോൾ അങ്ങനെയുള്ളൊരു മേദ്യമായ എല്ലാ ഗുണങ്ങളും ചേരുന്ന ഒന്നാണ് നെയ്യ്. ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിനെ ഒന്ന് ത്വരിതപ്പെടുത്താനും അതുവഴി നമുക്ക് പലതരത്തിൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന പെസ്റ്റിസൈഡ്സ് പോലെയും മറ്റു എൻവയോൺമെന്റൽ ടോക്സിൻസിനെയൊക്കെ ഒരു പരിധി വരെ നിർവീര്യമാക്കാനും നമ്മുടെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നെയ്യുടെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ സാധിക്കും. അതുപോലെ നെയ്യ് എപ്പോഴും ഭക്ഷണത്തോട് ചേരുമ്പോൾ നമുക്കറിയാം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എ, ഡി എന്ന് പറയുന്ന ADEK എന്ന് പറയുന്ന ആ വൈറ്റമിൻസ് ഒക്കെ നല്ല രീതിയിൽ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ നെയ്യിൻ്റെ അളവ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഏത് ഓയിലാണെങ്കിലും ഭക്ഷണത്തോട് ചേരുമ്പം അങ്ങനെ ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കും. ഇത്രയും പറഞ്ഞത് നെയ്യ് നമ്മൾ കൊളസ്ട്രോൾ കൂട്ടുന്ന വളരെ അപകടകാരിയായ ഒരു വസ്തുവായിട്ട് മാത്രം നമ്മൾ കാണുന്ന ആ ധാരണയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾക്കും എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു 1/2 സ്പൂൺ നെയ്യോ ഒരു 3 ml മുതൽ 5 ml വരെ നെയ്യ്
നമുക്ക് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നും ഉപയോഗിക്കാം. ഏത് വയസ്സിലും ജനനം മുതൽ മരണം വരെ നെയ്യ് സ്ഥിരമായിട്ട് ചെറിയ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ എല്ലാത്തരം അസുഖങ്ങളെയും എല്ലാത്തരം ഏജ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസിനെയും ബ്രെയിൻ ഗ്രോത്തിനെ മെച്ചപ്പെടുത്താനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂട്ടാനും ഇമ്മ്യൂണിറ്റി ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ നെയ്യിൻ്റെ ഉപയോഗത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് കഴിവ് വരും. ഇപ്പോൾ കുറുക്കൊക്കെ കഴിക്കുന്ന പ്രായത്തിലെ കുറുക്കിൽ എല്ലാ ദിവസവും തന്നെ ചെറിയ അളവിൽ നെയ്യ് ചേർക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. കഞ്ഞിയിലാണെങ്കിലും പാലിലോ ദോശയിലോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ നെയ്യും വെണ്ണയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. DHA ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഡയറി പ്രൊഡക്ട്സ് ആണ് നെയ്യ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം DHA എന്ന് പറഞ്ഞാൽ ഡോക്കോസ ഹെക്സോനിക് ആസിഡ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹോർലിക്സിലൊക്കെ DHA ചേരുന്ന വളർച്ചയ്ക്ക് നമ്മൾ എപ്പോഴും പരസ്യങ്ങളിലൂടെയൊക്കെ വളരെ പരിചിതമായ ഒരു വാക്കാണ് DHA. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കടൽ വിഭവങ്ങളിലൊക്കെയാണ് omega-3 ഫാറ്റി ആസിഡ്സ് അത് കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ നാച്ചുറലായ ഒരു സോഴ്സാണ് നല്ല ശുദ്ധമായി ഉണ്ടാക്കിയ നെയ്യും. നെയ്യ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെയ്യ് 2 തരത്തിൽ ഉണ്ടാക്കാം. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെർമെൻറ്റ് ചെയ്ത തൈരിൽ നിന്ന്, പുളിച്ച തൈരിൽ നിന്ന് ഉണ്ടാക്കുന്ന നെയ്യും ഉണ്ട്, മിൽക്ക് ഫാറ്റിൽ നിന്ന് നേരിട്ടെടുക്കുന്ന നെയ്യും ഉണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നെയ്കൾ മിൽക്ക് ഫാറ്റിൽ നിന്ന്, അതായത് ഫെർമെൻറ്റ് ചെയ്യാതെ ലഭിക്കുന്ന നെയ്യാണ്. അപ്പോൾ അതിനേക്കാളും എപ്പോഴും ഗുണം കൂടുതലും ഈ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം കൂടുതലും നമ്മൾ സാധാരണ നമ്മുടെ പാരമ്പര്യമായ രീതിയിൽ തൈര്, പുളിച്ച തൈരിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന നെയ്ക്കാണ് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളത്. പിന്നെ പലതരം അസുഖങ്ങൾക്കും നമ്മൾ നെയ്യ് വല്ലാതെ വരണ്ട ചുമ, നീണ്ടു നിൽക്കുന്ന വരണ്ട ചുമയ്ക്കൊക്കെ നമുക്ക് മരുന്നിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഒരു 1/2 സ്പൂൺ നെയ്യ് ചേർത്താൽ തന്നെ അത് വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ളതുകൊണ്ടും ഒരു സൂത്തിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ടും പലതരം ഇൻഫ്ലമേഷനെ നമുക്ക് ശരീരത്തിൽ നിന്ന് നീക്കാൻ പറ്റും. അതുപോലെ ദേഹത്തിന് ഭയങ്കര ചൂട് കൂടിയ കുട്ടികൾക്ക്, ഉറക്കം തീരെ ഇല്ലാത്ത കുട്ടികൾക്ക്, തീരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നിർബന്ധമായും നെയ്യ് ഭക്ഷണത്തിലെ ഒരു ഘടകമാക്കി മാറ്റേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞ എല്ലാ ഡയറി പാലുൽപ്പന്നങ്ങളെയും വളരെ ബുദ്ധിപൂർവ്വം കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അവരുടെ ബുദ്ധി വളർച്ചയും അവരുടെ ശാരീരിക വളർച്ചയും ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു ബുദ്ധിപൂർവ്വം അമ്മമാർ ശ്രദ്ധിച്ച് ചെയ്യുക. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് പാലും പാലുൽപ്പന്നങ്ങളും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.